നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡില്ലായിരുന്നു. വിഷയദൗർലഭ്യമല്ല, വിഷയങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 10 വീഡിയോ ചെയ്താൽ പോലും തികയില്ല, അതിന് മാത്രം വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെയ്തതുകൊണ്ട് ചുരുക്കം ചില ആൾക്കാർക്കെങ്കിലും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്നെ നേരിട്ട് വിളിച്ച് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് ഗുണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നത് വളരെയധികം തൃപ്തി നൽകുന്നൊരു കാര്യമാണ്. കാരണം സമൂഹത്തിലുള്ള ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാനോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ആരോഗ്യമോ മനസ്സമാധാനമോ നശിപ്പിക്കാനോ ഒന്നും തന്നെ ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മരിക്കുന്ന സമയത്ത് എല്ലാവരും ചത്തുപോകും ഒരു ദിവസം. അങ്ങനെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തി കിട്ടുന്ന, നമ്മുടെ ജീവിതം കുഴപ്പമില്ലാത്ത ഒന്നായിരുന്നു, ഞാനൊരു സ്വാർത്ഥനായിട്ട് ജീവിച്ച് കുറേ പണമൊക്കെ ഉണ്ടാക്കി കുറേ പദവികളൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത് ഞാൻ ജീവിച്ച് മരിക്കുന്ന ഒരാളല്ല. മറിച്ച് അതിൻ്റെയൊന്നും പിന്നാലെ പോകാതെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ വാക്കുകൾ കൊണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനും ശരിയായ രീതിയിൽ ചിന്തിക്കാനുമൊക്കെ അവരെ പ്രാപ്തരാക്കാൻ സാധിച്ചു എന്ന ഒരു തോന്നൽ ആ സമയത്തുണ്ടാകുമ്പോൾ മരിക്കാനൊരു സുഖമുണ്ടാകും. ഇല്ലെങ്കിൽ ആ മരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്, എന്ത് വെട്ടിപ്പിടിക്കാനാണ് ഞാൻ ഓടി നടന്നത്, എന്ത് ഗുണം എനിക്കുണ്ടായി, ഞാൻ എൻ്റെ നല്ല സമയം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, എൻ്റെ നല്ല കാലത്ത് ഞാൻ മറ്റുള്ള ആൾക്കാരെ ചതിക്കാനും വഞ്ചിക്കാനും വെട്ടിപ്പിടിക്കാനും നടന്നു. ഒരാൾ പോലും എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നില്ല, ഒരാൾ പോലും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നില്ല. ഇങ്ങനെ ഒരു പേരുണ്ടാക്കിയിട്ടാൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഒരു വ്യക്തി ഭൂമിയിൽ നിന്നും മാറുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും പിന്നിലേക്ക് ചെന്ന് ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ശല്യമൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും വേണം. ഇതാണ് ഒരു മനുഷ്യജന്മം കൊണ്ട് നമുക്ക് പറ്റുന്നത്. ഒരു ജീവിക്കായാലും ഒരു വ്യക്തിക്കായാലും എന്തിനു തന്നെ ആയാലും ശരി, നമ്മളെക്കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ. എനിക്ക് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കിട്ടി വീഡിയോ ചെയ്യാനായിട്ട്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അവനവൻ്റെ ഉള്ളിലെ കരുത്ത് തിരിച്ചറിയാതെ, അതായത് നമ്മൾ ഈ ശബരിമലയിൽ പോകുന്ന ആൾക്കാരോട് ശബരിമല ഇങ്ങോട്ട് പറയുന്നത് അത് നീ തന്നെ ആകുന്നു എന്നാണ്. നീ ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അത് ഇവൻ ആലോചിക്കുന്നില്ല. ഇവിടെ നിന്നും കഷ്ടപ്പെട്ട് ശബരിമലയിൽ ചെന്ന് അയ്യപ്പൻ്റെ ദർശനം നടത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്ന് പറഞ്ഞാൽ നീ എന്തിനാണോ തേടി നടക്കുന്നത് അത് നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് നീ തന്നെ ആകുന്നു. ഈ ഒരു തിരിച്ചറിവ് അവിടെ പോയിട്ട് വരുന്ന ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അടുത്ത കൊല്ലം വീണ്ടും അവർ ഇവിടുന്ന് കെട്ടും മുറുക്കി അവിടെ പോകും. അവിടെ ചെന്ന് അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ തങ്ങൾക്കൊരു പുണ്യം കിട്ടും എന്നുള്ള ധാരണയാണ്. ഇതിപ്പോൾ അയ്യപ്പൻ്റെ മാത്രം കാര്യമല്ല, ഈ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് മക്കയിൽ പോകുന്നവരായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകുന്നവരായാലും തീർത്ഥാടനത്തിന് പോകുന്ന എല്ലാ ആൾക്കാരുടെയും ഉള്ളിലെ മിഥ്യാധാരണയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവം ഇരിപ്പുണ്ട്, എനിക്ക് ആ ദൈവം എന്തൊക്കെയോ തരും എന്നുള്ളത്. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പണിയുന്ന അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും ഇരിക്കുന്ന ആളല്ല ദൈവം, അങ്ങനെയുള്ള ഇടങ്ങളിലല്ല ദൈവം ഇരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷകൾ ആഗ്രഹിക്കുന്നവനോ ആവശ്യമുള്ളവനോ അല്ല ദൈവം. പ്രപഞ്ചമുണ്ടാക്കിയ ദൈവമാണ് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നത്. ആ ദൈവത്തിന് മനുഷ്യൻ്റെ യാതൊരുവിധമായിട്ടുള്ള സേവനങ്ങളുടെയും ആവശ്യമില്ല. മനുഷ്യന് ദൈവത്തിന് ഒന്നും നൽകാൻ പറ്റില്ല, മനുഷ്യന് ദൈവത്തിന് ശുദ്ധി കൊടുക്കാൻ പറ്റില്ല, ദൈവത്തിന് യാതൊന്നും കൊടുക്കാൻ മനുഷ്യന് പറ്റില്ല. എന്നിട്ടും ദൈവത്തിന് എന്തൊക്കെയോ കൊടുക്കുന്നു, ദൈവത്തിൻ്റെ പേരിൽ എന്തൊക്കെ കോക്കാമ്പീച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടെ എന്നോട്ടെ ഞാൻ പറയാൻ വന്ന ഇതാണ്. ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. അത് ഇതാണ്, ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതികളായിട്ടുള്ള 2 പേര്, ഒരു മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി മാരിയോയും തമ്മിൽ അടിയുണ്ടായി എന്നതാണ് വാർത്ത. ഇവർ തമ്മിൽ അടിയുണ്ടായത് എന്താണ് ഇത്ര വലിയ വാർത്ത? നമ്മുടെ നാട്ടിൽ എത്രയോ ദമ്പതികൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവരങ്ങനെയല്ല.
ഇവർ രണ്ടുപേരും മാതൃകാ ദാമ്പത്യ ജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നവരായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അതുകൂടാതെ നേരിട്ടും പലയിടത്തും പോയി ഇവർ മാതൃകാ ദാമ്പത്യ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. ഞാൻ ഇപ്പോൾ ഈ പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ, അതായത് ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ അടിയുണ്ടായി. മാരിയോ ജോസഫ് ഭാര്യയെ അടിച്ചെന്നും കാടിച്ചെന്നും മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചെന്നും അങ്ങനെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തെന്നും ചാലക്കുടി പോലീസോ കൊരട്ടി പോലീസോ മറ്റോ ഇയാൾക്കെതിരെ കേസെടുത്തെന്നും തുടർന്ന് ഇയാൾ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തുവെന്നും ഒക്കെയാണ് വാർത്തയിലുള്ളത്. ഇപ്പോൾ ഇത് ഇവരുടെ മാത്രം ഒരു കേസല്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പുറത്തും, സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തുമൊക്കെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് വലിയ വലിയ ഉപദേശങ്ങൾ നൽകുന്ന ഡോക്ടർമാരുണ്ട്. ഇവരെയൊക്കെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ ജീവിതം പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ഞാട്ടയായി പോകും. കാരണം ഓരോരുത്തരും കച്ചവടം ചെയ്യുകയാണ്. ഈ പറയുന്ന മാരിയോ ജോസഫും ഭാര്യയും കച്ചവടക്കാരായിരുന്നു. അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിട്ടും ഇതുപോലെയുള്ള ക്ലാസ്സുകളും കൊടുത്തുകൊണ്ടിരുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ധരിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ പോകുന്ന ആൾക്കാരെ പോലെ വിഡ്ഢികൾ ആരുമില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് നീ തന്നെയാകുന്നു, അത് നിൻ്റെ ഉള്ളിലുണ്ട്. നീ എന്തിനാണ് അവിടെ പോകുന്നത്? നീ എന്തിനാണ് അവനെ കേൾക്കാൻ പോകുന്നത്? നീ ഒന്ന് ചിന്തിച്ചാൽ പോരെ. നിൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിൻ്റെ ഭാര്യയുമായിട്ട് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് ചിന്തിച്ച് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പുറത്തു നിന്നും ആരോ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നവുമായിട്ട് ഒരു പുരോഹിതൻ്റെ അടുക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ആരുടെ അടുത്ത് തന്നെ പോയാലും ശരി, അവർക്കാർക്കും തന്നെ നിങ്ങളുടെ പ്രശ്നം അതിൻ്റെ സീരിയസ്നെസ്സിൽ അല്ലെങ്കിൽ അത്ര തെളിമയോടെ മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പരിഹാരവും നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ടോ മകനുമായിട്ടോ കൂട്ടുകാരനുമായിട്ടോ ആരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപക്ഷെ അവർ നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. ആ പർട്ടിക്കുലർ സംഭവത്തെ തുടർന്നാകും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ മാനസികാവസ്ഥ മാറുന്നത്. അതുവരെ ഒരു പക്ഷേ നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടിങ്ങനെ പോകുന്ന ആളായിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ സമയത്ത് അയാൾ നിങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ വളരെ മോശമായ ഒരു കാര്യം പറയുമ്പോൾ അത്ര കാലവും അയാൾ നിങ്ങളോട് കാണിച്ചിരുന്നത് അടുപ്പമല്ല, ഉള്ളിൽ തിന്മ വെച്ചുകൊണ്ട്, ഉള്ളിൽ വൃത്തികേട് വെച്ചുകൊണ്ട് നിങ്ങളോട് അഭിനയിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആ സമയത്തായിരിക്കും മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലോടുകൂടി നിങ്ങളുടെ മനസ്സിൽ അയാളോട് വളരെ കഠിനമായ വെറുപ്പ് ഉടലെടുക്കും. ഇങ്ങനെ വെറുപ്പ് നമുക്ക് ഉടലെടുക്കുന്നത് പുറത്തുള്ള ഒരു ആളോടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളയാളെ എപ്പോഴും കാണുന്നില്ല, അയാൾ പുറത്തെവിടെയാണ്, നമ്മൾ അത് മനസ്സിൽ കൊണ്ട് നടക്കും. അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് മറ്റൊരു ദുരന്തമാണെങ്കിലും നമ്മൾ ഒപ്പം താമസിക്കുന്ന ആളിൽ നിന്നുമാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളും ഭാര്യയും കൂടെ ജീവിക്കുന്നു, നിങ്ങൾ വളരെ കാര്യമായിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നു, അവളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഏറെക്കാലം ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യ നിങ്ങളിങ്ങനെ ഒന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ലാത്ത മട്ടിൽ വളരെ മോശമായിട്ട് നിങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുണ്ടായിരുന്ന ആ ഇമ്പ്രഷൻ നഷ്ടപ്പെട്ടു പോകും. ഇത് ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി, രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അപ്പോൾ അതുവരെ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിരുന്ന അടുപ്പവും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ അതുവരെ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹവുമെല്ലാം അതിനുവേണ്ടി മാത്രമായിരുന്നു, നിങ്ങളോട് യാതൊരു വിധമായിട്ടുള്ള ആത്മാർത്ഥതയും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള അകൽച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും മറ്റു വ്യക്തികളോട് മനസ്സ് തുറന്ന് ഇടപെടാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും അങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കണം. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. ഭർത്താവിന് ഭാര്യയോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടണം. അങ്ങോട്ടും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ദേഷ്യം ഉള്ളിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ നമ്മളത് മറക്കണം. അത് മറന്നിട്ട് നമ്മൾ സാധാരണ മട്ടിൽ പോകണം. നേരെ മറിച്ച് നിങ്ങൾ ആ ദേഷ്യം പുറമേ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തി ഒപ്പം ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റില്ല. അതങ്ങ് പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ അവരുടെ ഉള്ളിലുള്ള വികാരം, അവരുടെ ഉള്ളിലുള്ള തോന്നൽ
ഭർത്താവിൻ്റെ മുമ്പിലോ ഭാര്യയുടെ മുമ്പിലോ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വീർപ്പുമുട്ടലുകളാണ് ദീർഘകാലം കിടന്ന ശേഷം ഒരു സുപ്രഭാതത്തിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അവർക്കൊരു അവസരം കിട്ടുമ്പോൾ, ഞാനിത് പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ഒരു അവസരം കിട്ടുമ്പോഴാണ് പലപ്പോഴും പല ആൾക്കാരും അവരുടെ തനിനിറം കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യുന്നു, സംസാരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവൻ മാത്രമുള്ളപ്പോൾ അവൻ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്, വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. എന്നാൽ അവൻ്റെ ഒപ്പം അവൻ്റെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒന്നോ രണ്ടോ കൂട്ടുകാരെത്തുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഭാഷയിലും പെരുമാറ്റത്തിലും ഒരു മാറ്റമുണ്ട്. അതുവരെ റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചിരുന്നവൻ നമ്മളെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു, കളിയാക്കാൻ ശ്രമിക്കുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഞാനിത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ നിറം എൻ്റെ മുമ്പിൽ വെച്ച് മാറിക്കഴിഞ്ഞാൽ അവൻ മാറുന്നതിന് ഒരുപാട് മുമ്പേ ഞാൻ മാറിയിട്ടുണ്ടാവും. കാരണം ഞാനെപ്പോഴും ഞാനുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർക്ക് ഒരൊറ്റ ഐഡൻറ്റിറ്റി കൊടുക്കാറില്ല. ഞാൻ ആ വ്യക്തിയിൽ നിന്നും നല്ലതും മോശവും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരുമെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ, കുറേ നാൾ തിരിച്ച് ഒപ്പം നടക്കുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ മോശമായിട്ട് പെരുമാറും എന്നെനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയാണ് മനുഷ്യരുടെ പോക്ക്. ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളോട് ലൈഫ് ലോങ് ഒരേപോലെ പെരുമാറുന്നത്. അങ്ങനെയുള്ള കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ എനിക്കുണ്ട്. നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും, കാരണം നമ്മളോട് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. നമുക്കെന്തെങ്കിലും പിഴവ് പറ്റുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അങ്ങനെയാണ്, നീ ചെയ്ത് ശരിയായില്ല, അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ തിരുത്താൻ ശ്രമിക്കും. നേരെ മറിച്ച് നമ്മളോട് സ്നേഹമില്ലാത്ത ആൾക്കാർ, നമ്മുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ പക്കൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർ തന്നെ പ്രോത്സാഹിപ്പിക്കും. അവർ പറയും നല്ലതായി, അങ്ങനെ ചെയ്യണം, നീ ചെയ്തായിരുന്നു ശരി, കേൾക്കാൻ സുഖമാണ്, പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ തകർക്കുകയാണ്. ഞാനിപ്പം പറഞ്ഞത്, നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലെ വിഷമം മാറ്റാനോ ടെൻഷൻ മാറ്റാനോ ഒക്കെ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത് ഇത്തരക്കാരുടെ അടുത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്താണെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചുക്കോ ചുണ്ണാമ്പോ അറിയാമോ? ഒന്നും അറിയില്ല. എവിടെ നിന്നും ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് അവർ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു വ്യക്തിയെ ശാക്തീകരിക്കേണ്ടത് അയാളുടെ തന്നെ ഉള്ളിലെ നന്മയെയും ധൈര്യത്തെയും അതുപോലെയുള്ള ഗുണങ്ങളെയുമൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ്. ഒരിക്കലും വേറൊരാൾ പറയുന്നത് കേട്ടല്ല നമ്മൾ എന്തെങ്കിലും പഠിക്കേണ്ടത്. നമ്മൾ സ്വയം മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. ഈ സ്വയം മനസ്സിലാക്കലാണ് നമുക്കാർക്കും ഇല്ലാതെ പോകുന്നത്. ഒരു ഡോക്ടർ നിങ്ങളോട് വന്നിരുന്ന് ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ഡോക്ടർ പറഞ്ഞു എന്നതുകൊണ്ട് കേട്ട് വിശ്വസിച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്. കാരണം ഈ ഡോക്ടർക്ക് സ്വയം അറിഞ്ഞുകൂടാ പ്രോപ്പർ ഹെൽത്ത് എന്നാൽ എന്താണ്. നമ്മുടെ ഈ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമുള്ള ഡോക്ടർമാരിൽ 99% ഡോക്ടർമാർക്കും ഹെൽത്ത് എന്നാൽ എന്താണെന്ന് അറിയില്ല. അവർക്കറിയാവുന്നത് രോഗവും രോഗത്തിന് കൊടുക്കേണ്ട മരുന്നുകളും മാത്രമാണ്. ഹെൽത്ത് എന്താണെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിൽ അറിയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് വിലയിരുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വയമേ വിലയിരുത്താൻ പറ്റും. നിങ്ങളുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, കരയാൻ പറ്റുന്നുണ്ട്, എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, ചാടാൻ പറ്റുന്നുണ്ട്, എല്ലാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ട്. എന്നാൽ ഒരു ഡോക്ടർ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അയാൾ കുറേ യന്ത്രങ്ങളുടെ സഹായത്തോടെ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, മറ്റേ കുഴപ്പം ഇപ്പോൾ വരും, ഈ കുഴപ്പം നാളെ വരും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ചിന്തിക്കും ഞാൻ രോഗിയാണ്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തോ ഭീകരമായ പ്രശ്നങ്ങളാണെന്നും അത് പരിഹരിക്കാൻ പുറത്തുള്ള ആൾക്കാരുടെ സഹായം വേണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ട് ഇത്തരക്കാരുടെ അടുത്തേക്ക് പലരും പോകുന്നതും അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേൾക്കുന്നതും. എന്നാൽ ഇങ്ങനെയൊക്കെ ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാർ തന്നെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നുള്ള ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഉടായിപ്പ് ടീമുകളാണ്. അവർക്ക് സ്വന്തം ജീവിതത്തിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പകർത്താൻ പറ്റില്ല. അപ്പോൾ അത്തരക്കാരുടെ പിന്നാലെ ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത് ഇനിയെങ്കിലും എന്നാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി കൂടെ പറയാറുണ്ടല്ലോ, നിങ്ങൾക്കുമാകാം നിങ്ങളുടെ ഡോക്ടർ. അദ്ദേഹം പറയുന്നത് പക്ഷേ ചുരുക്കം ആൾക്കാരെ കേൾക്കാറുള്ളൂ. അദ്ദേഹം പച്ചയായ പരമാർത്ഥമാണ് പറയുന്നത്. നിങ്ങൾക്കുമാകാം നിങ്ങളുടെ ഡോക്ടർ, നിങ്ങൾക്ക് തന്നെയാകാം നിങ്ങളുടെ കൗൺസിലർ, നിങ്ങൾക്ക് തന്നെയാകാം നിങ്ങളുടെ ഇൻഫ്ലുവൻസർ. പക്ഷേ നിങ്ങൾ ആകാൻ ശ്രമിക്കുന്നില്ല. ആകാൻ ശ്രമിക്കണം, ഇനിയെങ്കിലും ആകാൻ ശ്രമിക്കണം. താങ്ക് യു.